ഒന്നാമത് എവിടെ പോയാലും എന്ത് പാടുകയാണെങ്കിലും അതിനൊരു നമ്മൾ ഒരു ബ്ലെസ്സിങ് നമ്മൾ കാണാത്ത ഒരു പവറിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ പല പേരിട്ട് വിളിക്കുന്നവരാണെങ്കിലും ശരി, ആത്മാർത്ഥമായിട്ടാണ് അത് വിശ്വസിക്കുന്നതെങ്കിൽ ഒരൊറ്റ പവറിലേക്കാണ് നമ്മളെല്ലാവരുടെയും ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പേരിൽ തമ്മിൽ തല്ലുന്നവരുണ്ട്, അത് വിവരക്കേടാണ്. അതിൻ്റെ പേരിൽ അന്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞും പഠിപ്പിച്ചും അടിച്ചേൽപ്പിച്ചൊക്കെ നടന്നു പോകുന്നുണ്ട്. അതും നമ്മുടെ നാടിനാപത്താണ്. അതൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു ആൽബം സിംഗറാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ആരൊക്കെയോ മാപ്പിളപ്പാട്ട് ഗായകൻ എന്നൊക്കെ പറയുമ്പോൾ മാപ്പിളപ്പാട്ട് വലിയൊരു മേഖലയാണ്. 450 കൊല്ലത്തെ ചരിത്ര പാരമ്പര്യമുണ്ട് അതിനകത്തൊക്കെ നമുക്കൊരു വിദ്യാർത്ഥിയാകാൻ കഴിയുക എന്നുള്ള, ആസ്വാദകനാകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അത് ചെറിയൊരു ശാഖയല്ല. സിനിമാ പാട്ടുകളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ എത്രയോ മുമ്പാണ് നാടൻ പാട്ടുകളും മാപ്പിളപ്പാട്ടുകളൊക്കെ നമുക്കുണ്ടാകുന്നത്. എല്ലാ പാട്ടുകളുടെയും പിറവി നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള പണ്ട് ജോലിയുടെ പ്രയാസം മറക്കാനൊക്കെ ആളുകൾ പാടിയിരുന്ന നാടൻ പാട്ടുകളിൽ നിന്നൊക്കെയാണ് ഈ പാട്ടുകളൊക്കെ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാപ്പിളപ്പാട്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാനതിൽ ചെറിയൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ എനിക്ക് വളരെ ചുരുങ്ങിയ പാട്ടുകൾ കൊണ്ടേ സാധിച്ചിട്ടുള്ളൂ. അത് കുറച്ച് സൂഫി പാട്ടുകളായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഇതുപോലെ ഡിവോഷണൽ പാട്ടുകളാണ് ഞാൻ അതിനകത്ത് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പം